ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് ഉപരോധം സൃഷ്ടിച്ചിരിക്കുന്ന US സെൻട്രൽ കമാൻഡിൽ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചിത്രം പുറത്തു വന്നത് ഇങ്ങനെയാണ്. ഒരു പ്രത്യേക വിമാനം, അതിന് സ്റ്റെൽത്ത് വിമാനമെന്ന് പറയുന്നത് F-35A കാറ്റഗറിയിൽപ്പെട്ട സാധാരണ റഡാറുകളുടെയൊക്കെ കണ്ണിൽ പിടിക്കാത്തൊരു പ്രത്യേക അമേരിക്കൻ വിമാനം ഹോർമൂസ് കടലിടുക്കിൻ്റെ മുകളിലൂടെ പറന്നു. അതിൻ്റെ ചിത്രമാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വിമാനത്തിൻ്റെ പ്രത്യേകത സൂപ്പർ സോണിക് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, 8100 കിലോഗ്രാം മിസൈലാവട്ടെ, ബോംബാവട്ടെ, ടാങ്ക് ആവട്ടെ, ഷെല്ലാവട്ടെ, ഗണ്ണാവട്ടെ അതെല്ലാം വഹിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന വിമാനമാണ് അങ്ങനെ പറന്നിരിക്കുന്നത്. പ്രത്യേകതരം ബോംബറാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്തിനു വേണ്ടി ഹോർമൂസിൻ്റെ മുകളിലൂടെ ഈ വിമാനം പറത്തി? മറ്റുള്ളവരുടെ റഡാറിൽ പിടിക്കാതെ എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ പറത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും CNN അടക്കമുള്ള മാധ്യമങ്ങൾ, ലോകത്തുള്ള മൊത്തം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഈ വിവരം ഇന്ന് വളരെ പ്രാധാന്യത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ലോകം കാത്തിരിക്കുന്ന ഒരു സുപ്രധാനമായ 2 ദിവസത്തെ ഉച്ചകോടിക്ക് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ചൈനയിലെത്തിയിരിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റുമായിട്ട് നാളെയും മറ്റന്നാളും ചർച്ച നടക്കും. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ കാര്യമാണോ എന്നത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു പല കാര്യങ്ങളും ഇവർക്ക് പറയാനുണ്ടെങ്കിലും പ്രാഥമികമായി ഈ വിഷയം തന്നെ വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ വിഷയത്തിൽ ചൈന ഇടപെടേണ്ട കാര്യമില്ല, ചൈനയിൽ നിന്നൊരു മധ്യസ്ഥത പ്രതീക്ഷിക്കുന്നില്ല എന്ന്. ഇങ്ങനെ ട്രംപ് പറയുമ്പോഴും ട്രംപിൻ്റെ കൂടെയുള്ള സംഘവും നിരീക്ഷകരും പറയുന്നത് ഈ വിഷയത്തിൽ ചില നീക്കുപോക്കുകൾ, ചില സംഭാഷണങ്ങൾ, വളരെ നിർണായകമായ ചില ചർച്ചകൾ അമേരിക്കയും ചൈനയുമായിട്ട് നടത്തും എന്ന് തന്നെയാണ്. ഏതായാലും നാളെ ഈ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി വരുമോ നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഹോർമൂസിൻ്റെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഒരു കപ്പൽ, ചൈനീസ് കപ്പൽ, 2 മില്യൺ ബാരലിലധികം ക്രൂഡ് ഓയിൽ ഇറാഖിൽ നിന്നുള്ളത്, അതുകൊണ്ട് ചൈനയിലേക്ക് പോകാൻ വേണ്ടി വന്ന് അവിടെ കിടന്നു പോയിട്ടുള്ള ആ കപ്പൽ ഇന്ന് സുരക്ഷിതമായി ഹോർമൂസ് വിട്ട് പുറത്തു കിടന്നു ചൈനയിലേക്കുള്ള പ്രയാണത്തിലാണെന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. GCCക്കുള്ളിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു സന്തോഷ വർത്തമാനം. ഖത്തർ എയർവേസ് കൂടുതൽ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസ് ആരംഭിച്ചു, പ്രത്യേകിച്ച് അബുദാബിയിലേക്കുള്ള സർവീസ്. നേരത്തെ തന്നെ ഷാർജയിലേക്കും ദുബായിലേക്കുമുള്ള സർവീസ് ആരംഭിച്ചിരുന്നതാണ് ഖത്തർ എയർവേസ്. അത് ഒരുപാട് പേർക്ക് സൗകര്യപ്രദമായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, അരീൻ ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ.